വിശദമായ വാർത്തയിലേക്ക്. കോഴിക്കോട് പാളയം മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ തൊഴിലാളികളുടെയും കച്ചവടക്കാരുടെയും പ്രതിഷേധം നടക്കുകയാണ്. കല്ലുത്താൻ കടവിലേക്ക് മാറ്റിയ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് ഈ പ്രതിഷേധം. ഇതിനിടെ പദ്ധതിക്ക് അഭിവാദ്യം അർപ്പിച്ച് വ്യാപാര വ്യവസായ ഏകോപന സമിതി ജാഥയുമായിരുന്നു. വിവരങ്ങളുമായി സലാം മുഹമ്മദും ടി നന്ദഗോപാലും ചേരുന്നുണ്ട്. ആദ്യം സലാമിലേക്ക്. സലാം, അല്പസമയത്തിനകം ഉദ്ഘാടനം നടക്കാനിരിക്കുമ്പോഴാണ് ഈ പ്രതിഷേധവും ഉയരുന്നത്. ഇപ്പോഴും പ്രതിഷേധിക്കുകയാണോ? അതേ തന്നെ അതിശക്തമായ പ്രതിഷേധത്തിനാണ് പാളയം മാർക്കറ്റിലെ തൊഴിലാളികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് അവർക്ക് നിരവധിയായ ആശങ്കകളുണ്ട്. ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ കച്ചവടം കുറയുമോ, അതോടൊപ്പം തന്നെ വാടക സംബന്ധിച്ചുള്ള ആശങ്കകളുണ്ട്. ഇപ്പോൾ തൊഴിലാളികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടുന്ന് മാറാൻ തയ്യാറല്ല. ഇവിടെ നിന്ന് മാറാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല എന്നുള്ളതാണ് ഞങ്ങളെ കോർഡിനേഷൻ കമ്മിറ്റി എടുത്തിട്ടുള്ള തീരുമാനം. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ 9ാമത്തെ സമരമാണ്. ഞങ്ങൾ കൃത്യമായി ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ചിട്ടല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഇവിടെ എല്ലാവിധ ജാതി രാഷ്ട്രീയ മത ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടുകയാണ്. കാരണം എന്താ, നമ്മുടെ ഈ പൈതൃകമായിട്ടുള്ള പാളയം മാർക്കറ്റിനെ ഇവിടെ നിന്ന് പറിച്ചു നടുക എന്നുള്ള കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിക്കൊണ്ട് ഇവിടെ നിന്ന് കുത്തക മുതലാളിമാരെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഭാഗം. എന്താണ് കുത്തക മുതലാളിമാരെ സംരക്ഷിക്കുക എന്നുള്ള കൃത്യമായ ന്യായമായ ചോദ്യം വരും. നമ്മൾക്കറിയാം, ഇവിടെയുള്ള നിങ്ങൾ ഏത് ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ പോയി നോക്കൂ, അവിടെ പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിന്റെയും തട്ടിൽ അവിടെ അത് ചീഞ്ഞു നാറുന്നത് കാണാം. കാരണം എന്താ, അവർ വലിയ വിലക്ക് വലിയ ലാഭം എടുത്തുകൊണ്ട് കച്ചവടം നടത്തുമ്പോൾ അവർക്ക് വിൽപ്പന നടത്താൻ കഴിയുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാളയത്തെ പച്ചക്കറി മാർക്കറ്റിൽ ഒരു 10 രൂപയുമായി അല്ലെങ്കിൽ 20 രൂപയുമായി എത്രയാണ് അവരുടെ കയ്യിലുള്ള കാശുമായി വരുന്നവന് വീട്ടിലേക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഈ പാളയം മാർക്കറ്റ്. 10,000-ഓളം വരുന്ന ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും ഇവിടെ കച്ചവടം നടത്തി ജീവിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തൊഴിലാളികൾ തൊഴിലെടുത്ത് പോകുന്ന ഒരു മേഖലയാണിത്. ഇവിടെ തകർക്കുക എന്നുള്ള കൃത്യമായ അജണ്ട കോർപ്പറേഷൻ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ട്. ആ ഒരു കൃത്യമായ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. സെക്കൻഡ് മാത്രവുമല്ല, നമ്മളിപ്പോൾ പുതിയതായി കല്ലുത്താൻ കടവിലേക്ക് മാർക്കറ്റ് മാറ്റിയിട്ടുണ്ട്. 20 ലക്ഷം രൂപയും 30 ലക്ഷം രൂപയും ആണ് അവിടെ അഡ്വാൻസ് ആയിട്ട് ഇവർ വാങ്ങുന്നത്. അത് തന്നെ സ്ക്വയർ ഫീറ്റിന് 100 രൂപ ഇനത്തിൽ വാടക നിശ്ചയിച്ചിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും 5%, 10% വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ വാടക വാങ്ങി അങ്ങനെ വലിയ ഭീമമായ തുക നമ്മൾ ബ്ലേഡിന് വാങ്ങിയിട്ടോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടോ അവിടെ കച്ചവടം തുടങ്ങി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ വളരെ വില കുറച്ചിട്ടാണ് സാധനങ്ങൾ വിൽപ്പന നടത്തുന്നത്. ആ രൂപത്തിൽ വില കുറച്ച് അവിടെ വിൽപ്പന നടത്താൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവും. അങ്ങനെ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ക്രമേണ ഈ മേഖല തകരും. അത് കുത്തക മുതലാളിമാർക്ക് ഗുണം ചെയ്യും. അതിനാവശ്യമായ സംവിധാനം ഒരുക്കുന്ന ഒരു പ്രവണതയുമായി മുന്നോട്ട് പോവുകയാണ്. മുതലാളിയാണ്? അല്ലല്ല, ഞാൻ വ്യാപാരിയാണ്. എന്താണ് ആശങ്ക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് ഈ മാർക്കറ്റ് പറിച്ചു മാറ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. എത്രയോ തൊഴിലാളികൾ കുടുംബം കഴിഞ്ഞു പോണ സ്ഥലമാണിത്. അതേമാതിരി ചെറുകിട വ്യാപാരികൾ അവരെല്ലാം കുടുംബം ഇതുകൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. നമ്മൾ പൂർവികരായിട്ടുള്ള ചില ആൾക്കാർ കൈമാറി കിട്ടിയ പീടികളൊക്കെ ഉണ്ട്. ഇത് കോർപ്പറേഷന്റെ അധീനതയിലാണ്. ഇനി പോണത് എങ്ങോട്ടാണ്? BOT അടിസ്ഥാനത്തിൽ അത് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാ? ഓപ്പറേറ്റ് ചെയ്യുന്ന പൊതുമേഖലയല്ല, അത് സ്വകാര്യ മേഖലയാണ്. അവർക്ക് ഇഷ്ടമുള്ള മാതിരി വാടക കൂട്ടും. അവരിഷ്ടമുള്ള ഭീമമായ തുകയാണ് അവർ അഡ്വാൻസ് വാങ്ങുന്നത്. 25 ലക്ഷം 30 ലക്ഷം അഡ്വാൻസ് വാങ്ങുന്നത്. അത് കൊടുക്കാനായിട്ട് എത്രയോ ആൾക്കാരുണ്ട്. നമ്മൾ പോലും അത് കൊടുക്കാതെ. ഞാനൊക്കെ ചെറുകിട വ്യാപാരിയാണ്. ഹോൾസെയിൽ ആണെങ്കിലും ചെറുകിട വ്യാപാരിയാണ്. കുത്തക കുറെ കോടികൾ കൈമേൽ വെച്ചിട്ടല്ല ഞാനൊന്ന് നിൽക്കുന്നത്. അതേമാതിരി എത്രയോ തൊഴിലാളികൾ നമ്മൾ ആശ്രയിച്ച് നിൽക്കുന്ന എത്രയോ തൊഴിലാളികളുണ്ട്. അവരൊക്കെ നമ്മൾ നോക്കണ്ടേ, അവരെ കാര്യങ്ങൾ നോക്കണ്ടേ. പിന്നെ ഇവിടെയുള്ള അധികാരി വർഗ്ഗങ്ങൾ ഈ പ്രളയം ഉണ്ടായപ്പോൾ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയതാ. എന്താണ് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റാറുണ്ട് പഠിക്കാം. പൈതൃകമായ കാര്യങ്ങൾ സംരക്ഷിക്കാനും ഇവിടെ അതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ പ്രളയം പിടിച്ചു നിർത്താനും അതിന് കാര്യങ്ങൾക്ക് വേണ്ടി വിദേശത്ത് പോയി പഠിച്ച ആൾക്കാരെ ഇവിടുത്തെ അധികാരി വർഗ്ഗങ്ങൾ അവർക്ക് ഈ ഒരു മാർക്കറ്റ്, ഈ ഒരു ഇട്ടാവട്ടത്തുള്ള മാർക്കറ്റ് സംരക്ഷിക്കാൻ വേണ്ടി ഒരു പഠനം നടത്താൻ കഴിയണില്ലേ? ഇവരിവിടെ നവീകരിക്കാൻ തയ്യാറുണ്ടോ? ഇവരിവിടെ നവീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അതിന് വേണ്ട പണവും അതിന് വേണ്ട മാൻ പവറും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതിലേക്ക് വേണ്ടി കല്ലും മണ്ണും സിമെന്റും എടുത്ത് തൊഴിലെടുക്കാൻ നമ്മൾ തയ്യാറാണ്. അവർക്ക് കോൺക്രീറ്റ് കൂട്ടണമെങ്കിൽ അതിനുള്ള സിമെന്റും കല്ലും എല്ലാം നമ്മൾ സംഘടിപ്പിച്ചു കൊടുക്കും. ഇവരിവിടെ നവീകരിക്കാൻ തയ്യാറാവട്ടെ. പിന്നെ പറഞ്ഞ ബ്ലോക്കിന്റെ കാര്യമാണ്. ബ്ലോക്ക് ഇല്ലാത്ത സ്ഥലങ്ങൾ എവിടെയാണ്? ഇപ്പോൾ ഇത്രയും സമരം നടക്കുമ്പോൾ ഇതിലെ വണ്ടികൾ കടന്നു പോകുന്നുണ്ട്. ഈ മാർക്കറ്റിൽ ഇത്രയും വലിയ ലോറി നിൽക്കുന്നുണ്ട്. കല്ലുത്താൻ കടവിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്ര 10 വീലും 12 വീലും 16 വീലും അവിടെ നിർത്തിടാൻ കഴിയുമോ? ആകെ കയറാൻ ഇത്ര ഉള്ള ഒരു സ്ഥലം. അതിൽ കൂടെ എങ്ങനെ കയറും? എത്ര വണ്ടി അവിടെ നിർത്തിടാൻ കഴിയും? അതൊക്കെ നമ്മൾ
ആശങ്കയാണ്. നമ്മളെ വയറ്റത്തടിക്കാനുള്ള കുറേ തൊഴിലാളികളെ ജോലി ഇല്ലാതാക്കുക. പിന്നെ വ്യാപാരി അവിടെ വാങ്ങാൻ കഴിയാത്ത കുറേ വ്യാപാരികളുണ്ട്. അവിടെ അന്നം മുടക്കുക. ഇവർക്ക് കാശിന് വേണ്ടിയിട്ട് ഇവരെന്തോ ലാഭം കണ്ടിട്ട് എന്തോ വാങ്ങിയിട്ടുണ്ടാവും. അവരെല്ലാവരും വാങ്ങിയിട്ടുണ്ടാവും. അതിനു വേണ്ടി അത് സംരക്ഷിക്കാനാണ് അവിടെ നിൽക്കുന്നത്. നമ്മളതല്ല, നമ്മൾ വയറ്റുപേപ്പിനും കുട്ടികളെ സംരക്ഷിക്കാനും കുടുംബത്തെ സംരക്ഷിക്കാനാണ് നമ്മൾ വരുന്നത്. അവരതിനല്ല. നിരവധി ആശങ്കകളാണ് ഇവിടുത്തെ തൊഴിലാളികൾ പങ്കുവെക്കുന്നത്. അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയുണ്ട്, കച്ചവടം കുറയുമോ എന്ന ആശങ്കയുണ്ട്, വലിയ വാടക നൽകേണ്ടി വരുമോ എന്നുള്ള ആശങ്കയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ അവർ പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് കൂടിയാണ് പ്രതിഷേധം നടക്കുന്നു. കല്ലുത്താൻകടവിലേക്ക് മാർക്കറ്റ് മാറ്റിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലാണ് ഒരു വിഭാഗം വ്യാപാരികൾ എന്നുള്ളതാണ്. അതേസമയം തന്നെ ഉദ്ഘാടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിനായി എത്തിയിട്ടുണ്ട്. ഉദ്ഘാടന വേദിക്കരികിൽ നിന്ന് ടി നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, ഒരു ഭാഗത്ത് വലിയ പ്രതിഷേധമുയരുന്നു, അപ്പോൾ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി എത്തുന്നു, ഉദ്ഘാടനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആരൊക്കെയാണ് ചടങ്ങിൽ പ്രധാനമായി പങ്കെടുക്കുന്നത്? സ്ഥലത്ത് പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടോ? സുരക്ഷ എത്രത്തോളമുണ്ട്? അതായത് വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇവിടെ നിലവിൽ ഉദ്ഘാടനം ആരംഭിക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പുതിയ പാളയം മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഇവിടെ കല്ലുത്താൻകടവിൽ വെച്ച് നടക്കുകയും ചെയ്യും. നിലവിൽ ഇവിടെ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇല്ല. വലിയ സ്വീകരണമാണ് ഇവിടെ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഈ പുതിയ മാർക്കറ്റിനെ അനുകൂലിക്കുന്ന ആളുകൾ, സംഘടനകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ സ്വീകരണത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിക്കൊക്കെ ഇവർ സ്വീകരണം നൽകുകയും ഈ മാർക്കറ്റിനെ അവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇവിടെ അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം നടക്കുകയും ചെയ്യും. 2009 ഈ മാർക്കറ്റിന്റെ തറക്കല്ല് ഇട്ടത്. പക്ഷേ അന്നു മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ പദ്ധതിക്കെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും വലിയ സൗകര്യങ്ങൾ ഈ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതായത് നിലവിൽ പഴയ പാളയ മാർക്കറ്റിൽ ആവശ്യത്തിലധികം വാഹനങ്ങൾക്ക് നിർത്താനുള്ള സൗകര്യമില്ല. പക്ഷേ ഇവിടെ ഏതാണ്ട് 500-ലധികം വാഹനങ്ങൾക്ക് ഒരേ സമയം നിർത്താൻ സാധിക്കുമെന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. അതോടൊപ്പം തന്നെ ശീതീകരിച്ച മുറികളും അത്യാധുനിക സൗകര്യങ്ങളും ഈ മാർക്കറ്റിൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും ഇങ്ങോട്ട് പൂർണ്ണമായും മാർക്കറ്റ് മാറുക. അതേസമയം മറുവശത്ത് പ്രതിഷേധവും നടക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പുതിയ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യും. സലാം മുഹമ്മദ് വീണ്ടും ചേരുന്നുണ്ട്. സലാം, പ്രതിഷേധം ഇനി വരും ദിവസങ്ങളിൽ ഇവരുടെ ആശങ്കകൾ മനസ്സിലാക്കും. പക്ഷേ അതിൽ ഇനിയൊരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്? ഇതിന്റെ അതിശക്തമായ സമരം തൊഴിലാളികളുടേത് തുടരുകയാണ്. അതിനിടെ കോർപ്പറേഷൻ പലതവണ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ആ കോർപ്പറേഷൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ തൊഴിലാളികൾ തയ്യാറായിട്ടില്ല. പ്രധാനമായും ഈ സ്ഥലത്ത് നിന്നും മാറ്റി സ്ഥാപിക്കുമ്പോൾ അവർക്ക് നിരവധിയായിട്ടുള്ള കച്ചവട പ്രശ്നങ്ങളുണ്ടാവും. ലാഭം ലഭിക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടാകും. അതുപോലെ തന്നെ ഈ സാധാരണ ആളുകൾ ഈ ബസ് സ്റ്റാൻഡിന് സമീപത്തായതുകൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് കടയിലേക്ക് കയറാനും സാധനങ്ങൾ വാങ്ങാനും ഉള്ളൊരു സൗകര്യം ഇവിടെ ലഭ്യമാണ്. അത് ഈ കല്ലുത്താൻകടവിലെ പുതിയ മാർക്കറ്റ് സമുച്ചയത്തിൽ ലഭ്യമല്ല എന്നുള്ളൊരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. വാടക സംബന്ധിച്ച് നിരവധിയായുള്ള പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ തൊഴിലാളികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ സമരം തുടരാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും ഈ സമരം തുടരാൻ തന്നെ തീരുമാനം. ഈ സമരം നിൽക്കൂല, നിശ്ചലമാവില്ല. കാരണം ഇത് ആയിരക്കണക്കിന് തൊഴിലാളികളെ ജീവിതമാർഗം അന്നം പൊട്ടിക്കുന്ന ഒരു പദ്ധതിയാണ്. കോർപ്പറേഷൻ ഭരണകൂടം ഓല ഊങ്ക് ഉപയോഗിച്ചിട്ട് അവിടെ ഒരു ബിൽഡിംഗ് എടുത്ത് ആ ബിൽഡിങ്ങിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ താഴെ ഫുള്ള് സ്വകാര്യ വ്യക്തികൾക്ക് വലിയ വലിയ പ്രമാണിമാർക്ക് തീരെഴുതി കൊടുത്തിട്ട് ഈ ഇവിടെയുള്ള പാവപ്പെട്ട ലൈസൻസുകൾക്ക് സെക്കൻഡ് ഫ്ലോറിൽ അവർക്ക് ചെറിയ ഒരു കുരിശുമാരുള്ള ഇത്ര തരത്തിലുള്ള റൂമുകൾ കൊടുത്തിട്ട് എന്ത് കച്ചവടം ചെയ്യാനാണ്? ഈ സംരംഭം ഇല്ലാതാക്കാനാണ് കോർപ്പറേഷൻ ശ്രമിക്കുന്നത്. ഏതായാലും നമുക്കറിയാം ഈ പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ ധാരാളം തെരുവ് കച്ചവടക്കാരുണ്ട്. തെരുവോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ എങ്ങനെ മാറ്റിപ്പാർപ്പിക്കും, അവരെ എങ്ങനെ പുനരധിവസിപ്പിക്കും എന്നുള്ളൊരു ആശങ്ക കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടുന്ന് മാറൂല? ഇവിടുന്ന് മാർക്കറ്റ് മാറുന്ന പ്രശ്നമില്ല. ഞങ്ങൾ എന്ത് വില കൊടുത്താലും ഇവിടുന്ന് ഞങ്ങൾ പോകുന്ന പ്രശ്നമല്ല. ഈ മാർക്കറ്റ് ഇവിടുന്ന് കുടിയേക്കാണ് പ്രശ്നം. ഇവിടെ ബ്ലോക്ക് പറയുന്നുണ്ട്. പട്ടി വെറ്റമായിട്ട് വാഹനം ഇറക്കണ്. അപ്പം ഇവിടെ തൊഴിലാളിന്റെ പേരിൽ ബ്ലോക്കാണ് എന്ന് പറഞ്ഞ് എനിക്ക് കൂറ്റില്ല. അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കുന്നു. ഈ വാഹനങ്ങൾ ഇറക്കുന്നുണ്ട് ഇവിടെ കോഴിക്കോട് സിറ്റിൻ്റെ ഉള്ളിൽ. ഈ വാഹനം മുട്ടുമ്പോൾ ഇവിടെ ട്രാഫിക് വരുന്ന മതി. ഈ തൊഴിലാളിൻ്റെ പേരിലുണ്ടാവുന്ന ബ്ലോക്കാണ്. മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റിൻ്റെ ഉള്ളിൽ ബ്ലോക്കാണ്.
ഈ വാഹനം ഇറക്കണതിനൊക്കെ അതിന് പ്രതിഷേധം നടക്കുന്നത്